രംഗം സംഗീത വിദ്യാരസരസിതതരം നൃത്തകൗതുകലോദ്യശൃംഗാരാഢ്യം വിധാനം സുജനപരിവൃതം നൂനമസ്ഥാനദേശം ബുദ്ധ്യാ നിശ്ചിത്യ ചൈതദ്വദയമിതി സമസ്താൻ പ്രണമ്യത്തഭക്ത്യാ ശുദ്ധിർബാഹ്യസമേതം ഭഗണസുഖപഥായ ശീഘ്രം വിശാമി. രംഗമെന്ന വിശേഷം അവിടെ രംഗപദത്തിലാണ് വിശേഷമായിട്ട് പറയുന്നത്. ആ രംഗം എങ്ങനെയുള്ളതാണ് എന്നാണ് പറയുന്നത്. രംഗം ഈ പറയുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് സജ്ജമാക്കിയ വേദിയുണ്ടല്ലോ, കളിക്കാൻ വേണ്ടി തയ്യാറാക്കിയ വേദിയാണ് ഞാൻ രംഗം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. രംഗം, ആ രംഗം എങ്ങനെയുള്ളതാണ് അതിനെ ഒന്ന് ഓർത്തുകയാണ്. സംഗീത വിദ്യാരസരസിതതരം, സംഗീത വിദ്യ കൊണ്ട് അല്ലെങ്കിൽ സംഗീതം കൊണ്ടും വിദ്യ കൊണ്ടും രസങ്ങളെ കൊണ്ടും ശോഭിക്കുന്നതാണ് രംഗം. സംഗീതം കൊണ്ട് പറയുമ്പോൾ അറിയാം, പാട്ടായാലും ശ്ലോകമായാലും സംഗീതമയമായ ആവിഷ്കാരത്തിലൂടെ ധന്യത പകരുന്ന ഒരു ഏർപ്പാടാണ് ഇത്. അപ്പോ സംഗീതം, അതായത് രംഗം സംഗീത വിദ്യ, വിദ്യ കൊണ്ടും അറിവ് കൊണ്ടും അറിവിന്റെ പ്രകാശപ്പെടുത്തിക്കൊണ്ടും ഉള്ള രംഗമാണ്. സംഗീത ഒരു വിദ്യയാണ്, സംഗീത വിദ്യ കൊണ്ടും വരുവാണെന്ന് പറയാം. രംഗം സംഗീത വിദ്യ രസരസിതതരം, രസങ്ങളെ കൊണ്ടും, ചില രസങ്ങളുണ്ടല്ലോ, ശൃംഗാരാദി രസങ്ങളെ കൊണ്ടും രസിക്കുന്നതാണ് ഈ രംഗം. ഇനിയോ അടുത്ത വിശേഷണം നൃത്തകൗതുകലോദ്യശൃംഗാരാഢ്യം വിധാനം. വിധാനിച്ചിട്ടുള്ളത് ഏതുകൊണ്ട്? നൃത്തകൗതൂഹലത്തിൽ നിന്ന്, നൃത്ത വിശേഷത്തിൽ, വിശേഷം കൊണ്ട് തന്നെ കുലക്കളി തന്നെ ഒരു അലങ്കാരമാണല്ലോ. കുലക്കളി തന്നെ ഒരു അലങ്കാരമാണ്. പോലെ ഈ കൂടുതലും അലങ്കരിക്കപ്പെട്ട ഈ കൊത്തുപടികളൊക്കെയായി ശൃംഗാരത്തിന്റെ ഭാവങ്ങൾ കാണാൻ പറ്റി സൂക്ഷിച്ചു സുജനപരിവൃതം. അതുകൊണ്ടല്ല ഇവിടെ എത്തിച്ചേർന്ന സുജനങ്ങൾ, നല്ല ജനങ്ങൾ, സഹൃദയരായ ജനങ്ങളാൽ സുജനപരിവൃതം, ചുറ്റപ്പെട്ട നിലയിലാണ് നമ്മളുള്ളത്. ഈ അർത്ഥത്തിലെല്ലാം സവിശേഷമായ നിലയിൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ രംഗം, ഈ മൂന്നിനെയും ഞാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ മൂന്ന് വിശേഷമായ അവസ്ഥയെ, ഈ പറഞ്ഞ മൂന്നെണ്ണത്തിനെയും മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സമസ്താൻ പ്രണമ്യാമ, എല്ലാ ജനങ്ങളെയും, ഇവിടെ വന്നു കൂടിയിരിക്കുന്ന എല്ലാ ജനങ്ങളെയും പ്രണമിച്ചുകൊണ്ട്, നമസ്കരിച്ചുകൊണ്ട് നമിച്ചുകൊണ്ട് സമസ്താൻ പ്രണമ്യ ശുദ്ധന്മാരായ നിഷ്കളങ്കരായ കുട്ടികൾ ഒന്നിച്ചിട്ടുണ്ടെന്ന സന്ദർഭത്തിൽ ബാലകന്മാർ പുരട്ടി കളിക്കാൻ നമ്മുടെ കൂടെ എഴുതപ്പെട്ടിട്ടാണ് ശ്ലോകത്തിൽ എഴുതിയത്. ഭഗണസുഖം എന്ന് പറഞ്ഞാൽ ഭഗണം നക്ഷത്ര രാശിക്കൂട്ടം, രാശി അപ്പുണ്ട്. അപ്പോൾ രാശിക്കൂട്ടത്തെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഈ മാർഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു, ഞങ്ങൾ പ്രവേശിക്കുന്നു. രാശിയെ സങ്കല്പിച്ചുകൊണ്ടാണ് കടക്കുന്നത്. പക്ഷെ ഇവിടെ 12 രാശികളെയും മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഇവിടെ വന്ന് കന്നി, എല്ലാവർക്കും അറിയാം പ്രകൃതി കൂടുതലാണ് കന്നി അറിയാം. കന്നിയിലാണെങ്കിൽ ഞാൻ കന്നി പ്രത്യേകിച്ച് കന്നിയിലാണെന്ന് പറയണല്ലോ, സാധാരണ പറയാറില്ലേ, പറയാണെങ്കിൽ പറയാൻ മാത്രം, പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. കന്നിയിലാണ് എല്ലാവർക്കും കന്നിരാശികളുടെ ആധാരമാണ്. എല്ലാവർക്കും അറിയാം. നമ്മൾ സാധാരണ പ്രവേശിക്കുമ്പോൾ കന്നി എന്നത് എടുത്തു പറയാൻ ചോദിച്ചാൽ അത് കേൾക്കാത്ത കൊണ്ട് ഞാൻ ചോദിച്ചത്. അപ്പൊ ഏതായാലും കന്യരാശി സങ്കല്പിച്ചുകൊണ്ടാണ് താങ്കൾ അല്ലെ അങ്ങനെ വഴി എന്ന നിലയിൽ ഞാൻ ഇവിടെ വന്ന് നിന്നിട്ട് 12 രാശികളെയും മനസ്സിൽ വിചാരിച്ചുകൊണ്ട്
ഈ പിന്നെ കന്യരാശി എടുത്ത് പറഞ്ഞില്ലെങ്കിലും ഞാൻ ഇങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് അല്ലെ രാശി സംബന്ധമായ വിഷയം കൂടിയാണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ രാശി ഇന്നത്തെ ഗൃഹസ്ഥി പറയാനല്ല, ഇന്നത്തെ ഈ സമയത്ത് ഈ പറഞ്ഞ പോലെ 1:20 കർക്കിടകത്തിലെത്തും. സമയം 1:20 ആയിട്ടുണ്ടെങ്കിൽ കർക്കിടകത്തിലെത്തും. അപ്പൊ നമ്മൾ ഏതാണ് ദൈവാധീനമുണ്ട് മിഥുനം രാശി ഏർപ്പെടുന്നത് അല്ലെ. വ്യാഴത്തിന്റെ വീട് കിട്ടുന്നതാണ്. ഓ അത് വീട് കിട്ടുന്ന ഞാനിവിടെ വീട് കിട്ടിയതാണ്. കാരണം ഈ വർഷം എന്തായാലും എന്താ പറയുന്നത് കളിക്കാൻ പറ്റൂലെന്ന് വിചാരിച്ചതാണ്. ഒരു സാഹചര്യത്തിലാണ് ഇടയ്ക്ക് ഈ പറഞ്ഞ വരേണ്ടി വന്നത്. അതൊരു ദൈവാധീനം, തീരെ അപ്രതീക്ഷിതം, തികച്ചും അപ്രതീക്ഷിതമായിട്ട് ഇപ്പൊ ഇങ്ങനെ ചില അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതായത് ബന്ധപ്പെട്ട് പോകാൻ നിന്നതാണ്. പക്ഷെ എന്തോ ഭാഗ്യത്തിനത് ഏപ്രിൽ മാസത്തേക്ക് നീട്ടി. അപ്പൊ അതുകൊണ്ട് എനിക്ക് അവിചാരിതമായിട്ട് ഈ ക്ഷേത്രത്തിലേക്ക് വരാനും നിങ്ങളോട് വർത്തിരിക്കാനും പറ്റി. ഇതൊരു ഭാഗ്യമായിട്ട് കാണുന്നത്, ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ അതിൽ പറഞ്ഞു വന്നത് ഇപ്പൊ ദൈവാധീനം നമുക്ക് ഉണ്ട്. അവിടെ മിഥുനം രാശിക്ക് ഈ സമയത്ത് സമയരാശി കൊണ്ട് മിഥുനം രാശിയാണ്. ഇതിൽ മാസസ്ഥാനത്താണ് ഉളിബോധമുണ്ട്, 2ാം ഭാവത്തിന് ഉളിബോധമുണ്ട്. ചന്ദ്രന് കേതുവായിട്ട് ബന്ധമുണ്ട്. ചന്ദ്രന് കേതുവായിട്ട് ബന്ധമുണ്ട്. ഇന്ന് മകനക്ഷത്രമാണ്. അപ്പൊ ചന്ദ്രന് കേതുവായിട്ട് രാശിയിലാണ് കേതു ഉള്ളത്. അതെ, ചിഹ്നത്തിനാണ്. ചിഹ്നൻ രാശിയിലാണ് കേതുവിടെ കൂടെയാണ് ചന്ദ്രൻ ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത് പോകാനാണ് ഭാഗം. അപ്പൊ കേതുവായിട്ടൊരു ബന്ധം ഉണ്ട് ഈ പറഞ്ഞ പോലെ. നല്ല സുഖത്തിലല്ല എങ്കിൽ നമുക്ക് ഈ പ്രവേശിക്കുന്ന സമയ സംബന്ധമായ രാശിക്ക് വ്യാഴത്തിന് ഹൃദയമുണ്ട്. അതേപോലെ പിന്നെ ശുക്രൻ 11-ലുണ്ട്. 11-ൽ വ്യാഴമുണ്ട്. 11-ലില്ല, ചന്ദ്രാലി സമയരാശി കൊണ്ട് സമയരാശി എടുത്ത് നമുക്ക് ഈ സമയത്ത് എന്തായാലും മിഥുനം രാശി കിട്ടും. ആ മിഥുനം രാശിക്ക് വ്യാഴത്തിന് ഹൃദയം നമുക്ക് ദൈവാധീനം കിട്ടിയിട്ടുണ്ട് വിചാരിതമായിട്ടാണ്. അതേപോലെ എന്നാലും നമുക്ക് ചന്ദ്രനും ആദിത്യനും അന്യോന്യം ഷഷ്ടാഷ്ടമാണ്. ചന്ദ്രൻ പ്രധാനമായിട്ട് ദേവീ സംബന്ധമായിട്ട് വിഷയം പറയാനില്ല, ഞാൻ സൂചിപ്പിച്ചത്. അപ്പോ പിന്നെ ചന്ദ്രനും ആദിത്യനും, അതായത് ജ്വാലാകാരകനായിരിക്കുന്ന ആദിത്യനും തൈലകാരകനായ ചന്ദ്രനും അന്യോന്യം വടക്കായിട്ട് ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ നമുക്ക് മെല്ലെ ഒന്ന് കൂടാം, ഭാവിയിൽ വരാം എന്നൊക്കെ പറയാം. ഈ പറഞ്ഞ പോലെ ദഗ്ധദേഹി ഗർഗരസ്ഥ, ചന്ദ്രന് ഏതൊരു ബന്ധം വന്നാൽ തന്നെ അഗ്നിഭയം ഉണ്ടാവുക. ദഗ്ധദേഹി ഗർഗരസ്ഥ, ആരോ ഗർഗരം, ചന്ദ്രന് ഗർഗരമുണ്ട്, പ്രയാസമുണ്ട് എന്നൊക്കെ നമുക്ക് സാധാരണ ഫലസംബന്ധമായിട്ട് ഉള്ള രൂപത്തിൽ പറയാം. ഫലം പറഞ്ഞിട്ട് ഈ ഫലം എന്തൊക്കെയാണ് വരുമ്പോൾ അതായത് ഇന്നത്തെ ഈ സമയമാണ്. അതെ, ആ സമയം വരുമല്ലോ. അതെ, അവരെ വെറുതെ ഭയപ്പെടുത്തണോ? ഭയപ്പെടുന്ന പറയാ. അതായത് സാധാരണ കേതു ഈ പറഞ്ഞ കേതുവിന് ചന്ദ്രൻ പിന്നെ കേതു രാശി ചന്ദ്രൻ വന്നാൽ നമ്മൾ രണ്ടുപേരും വാങ്ങണല്ലോ. അല്ല, കേതുവിന് ചന്ദ്രരാശി വന്നാന്ന് പറഞ്ഞത് ദഗ്ധദേഹി ഗർഗരസ്ഥ, അഗ്നിഭയം ഉണ്ടാവണം. എവിടെയും ആയിക്കോട്ടെ, ഇത് വരാതിരിക്കാനും വ്യാഴം വെച്ചിട്ടുണ്ട്. നമ്മുടെ രാശിക്ക് വ്യാഴത്തിൽ ഉദയമുണ്ടെങ്കിൽ അങ്ങനെ ഈ ചൊവ്വാ ക്ഷേത്രത്തിൽ ആരംഭിക്കുന്നത് ശുക്രൻ. ഈ ഫലം ഈ ഇപ്പൊ താങ്കൾ പറയാനില്ല എങ്കിലും ഈ ക്രമപ്രകാരം എന്നൊരു ഗൃഹസ്ഥിതി പിന്നെ ഞാൻ സൂചിപ്പിച്ചത് ഇത്തരത്തിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചന്ദ്രൻ ഒരു ഗർഗം പിന്നെ ഒരു അഗ്നിഭയം ചൂടുള്ള പോലെ വലിയ നമുക്ക് കടാമത്തുള്ളതൊക്കെയാണ്. ഒരു മഹത്തായിരിക്കുന്ന കടാമത്ത സന്ദർഭങ്ങൾ അതിൽ പറയാനോ ഒന്നല്ല. എങ്കിലും ആ ചന്ദ്രന്റെ സ്ഥിതി വെച്ച് നമുക്കൊരു ഫലം പറയുന്ന രൂപത്തിലല്ലെങ്കിലും ഒരു പ്രവേശം എന്ന രീതിയിൽ നമ്മൾ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ നമുക്കുണ്ട്. എങ്കിലും വ്യാഴം നമുക്ക് സർവേശ്വരകാരനായ വ്യാഴം നമുക്ക് ഈ സമയരാശി കൊണ്ട് മിഥുനം രാശി ഉള്ളതുകൊണ്ട് ലക്ഷണം ദോഷം ഭക്തി ലക്ഷം ദോഷങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് തീർക്കുന്ന നമുക്ക് പറയുന്നു. അപ്പൊ അതുപോലെ അത്തരത്തിലുള്ള ഗുണങ്ങളൊക്കെ ഒരുപാടുണ്ടെങ്കിൽ ഈ ജ്വാലാകാരകനും അതേപോലെ തൈലകാരകനും ഒക്കെ ആയിരിക്കുന്ന ആദ്യത്തിലും ചന്ദ്രന് ഷഷ്ടാഷ്ടരാശിയുണ്ട്. മീനത്തിലും ചന്ദ്രനാണെങ്കിൽ സിംഹത്തിലും. അപ്പൊ അത് ഷഷ്ടാഷ്ടം നല്ല ഫലമല്ല. ചന്ദ്രൻ ആരുടെ സങ്കേതമാണ്? അമ്മ കുമാരിയുടെ സങ്കേതമാണ്. ആ സങ്കേതത്തിൽ നമ്മൾ പറയുന്നു. അപ്പോൾ ചില എന്തൊക്കെയോ ചില വിളക്കായിട്ട് ബന്ധപ്പെട്ട ചില വിഷമതകളൊക്കെ നമുക്ക് പറയാം. പക്ഷെ വെട്ടേക്കാൾ കൊണ്ടുവച്ച് ഫലം പറയാനല്ലെങ്കിലും നമുക്ക് പറയാം. എന്തുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് സൂചിപ്പിച്ചു മതി. അപ്പൊ അതില് പ്രധാനമായിട്ട്
രാശിയുടെ സൂചിപ്പിച്ചാൽ തന്നെ ഈ കന്നി രാശി നമുക്ക് നമ്മുടെ പിന്നെ പന്തലിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് നമുക്ക് ഈ കന്നിരാശി കൊണ്ട് ലഭിക്കാനുണ്ടോ? നല്ലതാണോ? സുഖമാണോ? ഈ യാത്ര കൊണ്ട് നമ്മൾ പ്രവേശിക്കാൻ കന്നിരാശി എന്ന് പറയുന്നത് ഒരു ലക്ഷ്മിത്വമുള്ള രാശിയാണ്. മോശമൊന്നും വരാനില്ല. ലക്ഷ്മിത്വമുള്ള രാശിയാണ്. ക്ഷീരാബ്ധേഹ അവാപ്നോതി നിത്യം എന്ന് കന്യാശിയെ കുറിച്ച് പറയും. ലഗ്നം കന്യാം യജ്ഞാം ജഗന്യാം കന്യാം ക്ഷീരാബ്ധേഹ അവാപ്നോതി നിത്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ലക്ഷ്മി കടാക്ഷമുള്ള ഐശ്വര്യം വിളങ്ങുന്ന ഒരു രാശിയാണ് കന്യ ജാതകാഭരണത്തിൽ പറയുന്നത്. ലക്ഷ്മിത്വമാണ് നമുക്ക് വേണ്ടത്. ആ ലക്ഷ്മിത്വം ഈ രാശിക്ക് സദാ വിജയമാണ്. അതുകൊണ്ട് ദോഷം ഒരിക്കലും ലക്ഷ്മിയിലേക്ക് ദോഷം ചിന്തിക്കേണ്ടില്ല. രാശി മാത്രമല്ല, ഈ ഓരോ രാശിക്കും എന്തെങ്കിലും പ്രയാസങ്ങൾ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ടോ? ഒരു വിഷപ്പെട്ട അനുഭവങ്ങളോ പിന്നെ നമുക്ക് ഗുണത്തിലുള്ള അനുഭവങ്ങളോ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഈ രാശിക്ക് അതായത് അജ വൃഷഭ ധനു കന്നി കാർത്തിക ഭുജങ്ക. അജ വൃഷഭ ധനു കന്നി ഈ നാല് അജ മട വൃഷഭ മട അജ വൃഷഭ ധനു രാശി കന്നി. ഈ കന്നി രാശിക്ക് ഭുജംഗം ഭുജംഗം എന്ന് പറഞ്ഞാൽ ഭുജംഗം സർപ്പത്തിന്റെ ദോഷമാണ് പറയുന്നത്. സർപ്പപ്രധാന ഭുജംഗോഹി ഭുജംഗമാണ്. കിഴഞ്ഞു നടക്കുന്നവൻ പണമുള്ളവൻ നല്ല നാഗങ്ങളെ സംബന്ധിച്ച് ഒരു വിഷപ്പെട്ട അനുഭവമുണ്ട്. അജ വൃഷഭ ധനു കന്യ കാർത്തിക നാല് ഭാഗത്ത് ശശമകര കന്നി ഈ നാല് രാശിക്ക് കന്നിക്ക് പറഞ്ഞ പോലെ ഒരു സത്വസംബന്ധമായ വിഷപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാവാം. അല്ലെങ്കിൽ ദോഷങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വൃഷഭ ധനു കന്യ കാർത്തിക ഭുജംഗ വിഷപ്പെട്ട അനുഭവം ഒരു പിന്നെ വിഷപ്പെട്ട അനുഭവങ്ങൾ വിഷപ്പെട്ട ദോഷമുണ്ട്. ദോഷം ഉണ്ട്. ജഷമകര കുളിയിലെ വൃശ്ചികാന്തി വരാഹ. ജഷം മീനം മകരം വൃശ്ചികം കുളിയില ഈ നാല് രാശി ജഷമകര കുളിയിലെ വൃശ്ചികാന്തി വരാഹ. വരാഹം എന്ന് പറഞ്ഞാൽ വരം മാഹന്തി. ഇത് വരാഹം കൊണ്ട് തേറ്റയുടെ വൃത്തിയാണെന്ന് പറയുന്നത്. വരാഹ സൂകരോ വരാഹം എന്ന വരം തന്നേക്കാൾ വലിയ ജന്തുവിനെ കൂടി ഹിംസിക്കുന്നതാണ് വരാഹം. ആ വരാഹത്തിന്റെ പന്നിയായിട്ട് ബന്ധപ്പെട്ട ദോഷങ്ങളുണ്ട്. ജഷമകരകുളിയിലെ വൃശ്ചികാന്തി വരാഹ തുലമിഥുന ഘടാനാം. തുലാവ് മിഥുനം ഘടം കുംഭം. തുലമിഥുന ഘടാനാം അജവൃഷഭ കന്യകാന്തി ഭുജംഗ ജഷമകരകുളിയിലെ വൃശ്ചികാന്തി വരാഹ തുലമിഥുന ഘടാനാം. സിംഹമധ്യയിൽ വൃദ്ധ വിഷപ്പെട്ട അനുഭവങ്ങൾ. വൃദ്ധം എന്ന് വെച്ചാൽ ദ്രോണകാമോ ദൃഢകാമോ വെൽപ്രീതി. ഈ വെലിയായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ചെയ്യുന്ന വെലിക്കാട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് വെലിക്കാത്തവർക്കൊക്കെ ദ്രോണകാലം വനത്തിലുള്ള കാക്ക അങ്ങനെ വലിയ കാക്കയാണ്. വെൽപ്രീതിയായി ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദോഷങ്ങൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഒക്കെ ഉണ്ടാകും. നമുക്കിവിടെ പറഞ്ഞത് അജ വൃഷഭ ധനു കന്നി കാർത്തിക ഭുജങ്ക. അപ്പൊ കന്നി ഈ നാല് രാശിക്കാണ് മേടം ഇടമം അജ വൃഷഭ ധനു ധനുരാശി. നമുക്ക് കന്നി രാശിയാണ്. ഈ കന്നി രാശിയുടെ ആദ്യ ഭാഗത്ത് ഈ സർപ്പസംബന്ധമായ പാമ്പിൻ്റെതായ നാഗസംബന്ധമായ വൃക്ഷം ഉണ്ട്. അത് ഇവിടെയാണ് ഇതിന്റെ ഉപയോഗം പ്രയോജനം പറയുന്നത്. അതായത് വിഷത്തെ കൽപ്പിക്കും. വിഷത്തെ കൽപ്പിക്കും എന്നാലോ അത് സർവകാര്യേഷു ദോഷം എല്ലാ കാര്യങ്ങളും അജവൃഷഭധനു കന്യകാർത്തിക ഭുജംഗ ജഷമകരകുളിയിലെ വൃശ്ചികാന്തി വരാഹ തുലമിഥുന ഘടാനം സിംഹമധ്യേ രുദ്ര. ഈ സകല മുനിമതം സർവകാര്യേഷു ദോഷ. ഇത് ഏത് കാര്യത്തിലാണെങ്കിലും ദോഷങ്ങളാണെന്ന് പറയണം. പക്ഷെ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ നമ്മളിപ്പോ കുറച്ചുകൂടി ഒരു മണിക്കൂർ ഒരു 1:20 ശേഷമാണ് നമ്മൾ പ്രവേശിക്കുന്നതെങ്കിൽ നമുക്ക് വ്യാഴം പോലും ഈ വ്യവസ്ഥാനത്തിൽ വ്യാഴത്തിന്റെ സ്ഥിതി വ്യവഹാരത്തിൽ വ്യാഴം. പക്ഷെ നമുക്ക് ശരിക്കും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് തടുക്കുന്ന രീതിയിൽ ഒരു ഗുരുവിന്റെ സന്നിധിയാണ്. ഇത് ഈ കന്നി എന്ന് പറഞ്ഞ ഗുരുവിന്റെ സന്നിധിയാണ്. ഏത് ഗുരുവിന്റെ? ഞാൻ പറയാം. അതായത് പുഷ്പപ്രപൂർണേന ഹൃദയന കന്യ മലപ്രതിജ്ഞാന സമ്പ്രദായി വസ്ത്രാർത്ഥ സംയോഗം അഭിഷ്ടമായ പുരോഹപുരം വാതിൽ കന്യകാന്തി. ഈ കന്യരാശിയുടെ രക്ഷാണ സ്വരൂപത്തിൽ പുഷ്പപ്രപൂർണേന ഹൃദയന പുഷ്പങ്ങളൊക്കെ നിറച്ച് മലപ്രതിജ്ഞാന സമ്പ്രദായി വസ്ത്രാർത്ഥ സംയോഗം അഭിഷ്ടമാണ്. അവർ ഗുരുവിന്റെ സന്നിധിയിലേക്ക്
ഒരു പുഷ്പത്തിന് പിന്നെ പാത്രത്തിൽ പുഷ്പങ്ങളൊക്കെ എടുത്ത് ഒരു ഗുരുവിന്റെ സന്നിധിയിലേക്ക് പോയി. അപ്പൊ ആ ഗുരു എന്നൊരു ഗുരു സങ്കേതമുണ്ട്. ആ ഗുരു ആരാണ്? നിർത്തിയായിട്ട് വന്നത്. നമുക്ക് കന്നിയാണെങ്കിലും നിർത്തിയിൽ പരിവീടും ദേവതാ സഞ്ചയത്തെ പരിചോട് തുളനിയിടും ആനക്കൊന്നുകൊണ്ട് അരികടി പരിഭൂതി ക്ഷീണമുണ്ടായില്ല എന്ന് നിരുതി എപ്പോഴും ശരിക്കും തിരുത്തേണ്ട സ്ഥാനം. ഇത് ഗുരുവാരാണ് മനസ്സിലായി. ഞാൻ പറയട്ടെ. അപ്പൊ ഈ പറഞ്ഞതായ ഗുരു ഈ ക്ഷേത്രത്തിന്റെ ആരാണോ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് പറയാൻ ഉദ്ദേശിക്കുന്നത്, ആരാണോ ഈ ക്ഷേത്രമോ ഈ സംഗീതങ്ങളോ ഒക്കെ ഉണ്ടാക്കിയ ആ ഒരു ഗുരു, ആ ഗുരു തന്നെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മറ്റൊരു സാധാരണ ശ്ലോകത്തിലെ ഗുരുവാരാണ്. അതിന് ഗുരുണ്ട്. ആ കന്നിയുടെ ഉദന്ത സംഗീതത്തിലെ ആ ഉദയ സംബന്ധിച്ച് പറഞ്ഞ് പ്രമാണാന്തരം പറയുമ്പോ നമ്മളിപ്പോ നമുക്ക് ഗുരുനാഥൻ നമുക്കറിയാം. ഗുരുനാഥൻ നമുക്കൊരു ഗുരുവുണ്ട്. ഈ ഗുരു എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണ്. അല്ലാതെ വേറെ പാടില്ലല്ലോ. ചില ഗുരുവാണ് അല്ലെങ്കിൽ പറഞ്ഞ നമ്മളെ പഠിപ്പിച്ചത് ഗുരുസ്ഥാനം. നമുക്ക് ഇന്ന് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഗുരുസ്ഥാനത്തിലുള്ളതായ ആൾക്കാരുണ്ട്. അതൊക്കെ ഗുരുവാണ്. നമ്മളെ സഹായിക്കുന്നത് നമ്മൾ ഗുരു തന്നെയാണ്. ഞാൻ പറഞ്ഞത് ഇവിടെ നമുക്ക് ഈ കന്യയെ ബന്ധപ്പെട്ടിട്ട് കന്നി രാശിയുടെ രേഖാ സ്വരൂപം പറഞ്ഞാൽ തന്നെ ഗുരുവിന്റെ സന്നിധിയിലേക്ക് ഈ ഇതൊക്കെ എടുത്തിട്ട് പോകുന്നു എന്ന് പറയണമെങ്കിൽ ഈ കന്യക്ക് പ്രാധാന്യമുണ്ട്. ഈ കന്യക്ക് പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രവേശനം. എന്റെ അഭിപ്രായമാണ്. അതേപോലെ തിരുക്കളായിട്ട് ബന്ധപ്പെട്ട ഗുരുവാണല്ലോ. പിതൃക്കളെയും നമ്മൾ ഗുരു തന്നെ പറയും. പിതൃക്കളെയും നമ്മൾ ഗുരു തന്നെ പറയും. പിതൃക്കളെയും ഗുരു എന്ന് പറയാറില്ലേ? ഗുരു പറയണ്ടല്ലോ. ഈ പ്രപഞ്ചമാതാവിന്റെ പാർവതി എന്ന് പറഞ്ഞ പോലെ ലോകത്തിന്റെ അച്ഛനമ്മയാരാണ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ പ്രപഞ്ചമാതാവിന്റെ പാർവതി പരമേശ്വരൻ എന്ന് പറഞ്ഞ ലോകത്തിന്റെ അച്ഛനമ്മമാരായിരിക്കുന്ന ഗുരു, അതായത് ശിവനും പാർവതി അല്ലെ. അപ്പൊ നമ്മുടെ അച്ഛനമ്മയും നമ്മളെങ്ങനെ കാണുന്നത് പ്രാണമില്ലേ? ഈ ലോകത്തിന്റെ അച്ഛനമ്മമാരാരാണോ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ അച്ഛൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും ഈ പാർവതി പരമേശ്വരൻ തന്നെ. ആ തരത്തിലുള്ള സങ്കേതം നമുക്ക് അനുഭവങ്ങൾ നമുക്ക് പഠിപ്പിച്ചതിനാണ്. അപ്പൊ നമ്മുടെ പാഠം മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള ഗുരു സംബന്ധമായി ഇവിടെ നമ്മൾ പറഞ്ഞത് ഈ ഗുരു സന്നിധിയിലേക്ക് ആരാടുന്നത് ദേവിയാണ്. ഇതൊക്കെ എടുത്തു പോകുന്ന ഒരു സ്ത്രീ, ഒരു കന്യക. ആ കന്യക എന്ന് പറഞ്ഞ് ഇവിടെ നമുക്ക് ഇവിടെ രാശിക്ക് പ്രവേശനമുണ്ടല്ലോ. അതേപോലെ കന്യരാശിക്ക് പ്രവേശനമുണ്ട്. ഇവിടെ നമുക്ക് ഈ പിതൃസംബന്ധമായിരിക്കുന്ന ഈ പിതൃക്കളുടെ സന്നിധി കൂടിയാണ്. അതായത് ഈ പിതൃക്കൾ സംബന്ധമായിട്ട് ബന്ധത്തിൽ പറയുന്നത് പഴയ കാലത്ത് ഇപ്പൊ കന്നിക്കാവുന്ന സാധനം കുട്ടിക്കുക കന്നിക്കെടുന്നില്ലല്ലോ. കന്നിക്കൽ സാധാരണ കന്നിക്കൽ എടുക്കുക, കന്നി ഭാഗത്തെ എടുക്കുക. പഴയ കാലത്ത് കന്നി ഭാഗത്തിനാണ് വഴി. പക്ഷെ ഇന്ന് നമ്മൾ പറഞ്ഞാൽ അങ്ങനെയല്ല. ക്ഷേത്രത്തിനായാലും പറഞ്ഞ പോലെ കന്നിയിലേക്കുള്ള പ്രവേശനത്തിന് വളരെ ഉത്തമമുണ്ട് എന്ന് പല ന്യായന്മാരുണ്ട്. വേണമെങ്കിലും പറയാം. ആ പത്തനത്തിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ കുട്ടിയുടെ സമയത്ത് ഈ പുഷ്പങ്ങൾ ഇതൊക്കെ വെച്ച് ഈ പറഞ്ഞ പോലെ പിന്നെ ചെയ്യുന്ന സമയത്ത് ഈ കന്നി വാസ്തുവായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പുരുഷന്റെ ബന്ധത്തിൽ ആ വാസ്തുവിന്റെ വയറിനാണ് പഠിച്ചത്. പ്രമാണങ്ങൾ പറയുന്നില്ല. ഉദരത്തിനാണ്. ഈ ഉദരം എന്ന് പറഞ്ഞ കുട്ടി നമ്മുടെ ആരാണോ ഈ ഗൃഹനാഥൻ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ഗുരു അവരുടെ കയ്യിൽ ഇത്രത്തോളം അളവുണ്ടാവും. ഇത്രത്തോളം അളവ് മാത്രമാണ് അത് ഗൃഹനാഥനോ ഗൃഹനാഥൻ ഇല്ലെങ്കിൽ അവരുടെ ഭാര്യയോ ബന്ധുക്കളായി മറ്റുണ്ട്. ആ കണക്കിനനുസരിച്ചാണ് ഈ കുട്ടിയിടുക. അപ്പൊ കുട്ടിയിടുന്നതിനും കട്ടില വെക്കുന്നതിനും കട്ടില ശരിക്കും പറഞ്ഞാൽ കട്ടില എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്തേക്കും അമ്മയോ അപ്പൊ ആ രീതിയിലൊക്കെ പോകുന്ന നിയമങ്ങൾ വാസ്തുവായിട്ട് ബന്ധപ്പെട്ട വാസ്തുശാസ്ത്രം പറയുന്നു. ഞാൻ പറഞ്ഞത് ഈ ഗുരു എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്നത് പിതൃക്കളെ നമ്മൾ സാധാരണ കണ്ണിലേക്ക് പ്രവേശിക്കുന്നത് സാധാരണ പിതൃക്കളൊന്നും നമുക്ക് പോയില്ല.